ഹലോ എവ്രി വൺ. ക്ലാറ്റ് യു ജി ആപ്ലിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ക്ലാറ്റ് യു ജി എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് ഒന്ന് നമുക്ക് ഷോർട്ടായിട്ട് നോക്കാം. ബിഫോർ ദാറ്റ് നമുക്കൊരു ക്ലാറ്റിന് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സും എന്തൊക്കെ കയ്യിൽ കരുതണം എന്നും നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ വളരെ ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് മനസ്സിലാക്കണം. അതായത് ക്ലാറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. നമുക്ക് ഒക്ടോബർ 31 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. നമ്മൾ ധൃതി പിടിച്ച് പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ് ടു 31 ഒക്ടോബർ വരെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പരീക്ഷ നടക്കുന്ന ദിവസം 6 ഡിസംബർ ആയിരിക്കും. 6 ഡിസംബർ ഞായറാഴ്ച ആയിരിക്കും പരീക്ഷ നടക്കുന്നത്. ഹോൾ ടിക്കറ്റ് എന്ന് വരുമെന്നുള്ളത് വ്യക്തമായിട്ട് ക്ലാറ്റ് പറഞ്ഞിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി പരീക്ഷ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പരീക്ഷ നടക്കുന്നത് ഉച്ചയ്ക്കായിരിക്കും. പരീക്ഷ 2 PM ടു 4 PM എന്നുള്ള സമയത്ത് 2 മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും. അപ്പോൾ ഈ ഡേറ്റ്സ് എല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തൊക്കെ കയ്യിൽ കരുതണം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിൻ്റെ സമയത്ത്? ഒന്ന്, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും നിങ്ങൾ കയ്യിൽ കരുതുക. പലർക്കും ഉള്ളൊരു പ്രശ്നം, ഇമെയിൽ ഐ ഡി കാണും, പക്ഷെ കുറേ നാളെ മുമ്പ് യൂസ് ചെയ്തായിരിക്കും. അത് ഫോണിലൊന്നും ലോഗ്ഡ് ഇൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് OTPയും കാര്യങ്ങളും ഒന്നും വരത്തില്ല. കമ്മ്യൂണിക്കേഷൻ മെയിൻലി ഇമെയിൽ ഐ ഡി ആയിട്ടായിരിക്കും നടക്കുന്നത്. സ്പേസ് കാരണം നിറഞ്ഞത് പോയത് കാരണവും റിട്രാക്ട് ചെയ്യേണ്ട സാഹചര്യം വരരുത്. സോ വാലിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇമെയിൽ ഐ ഡിയും കാണണം. അതേപോലെ തന്നെ വിളിച്ചാലും മെസ്സേജും വരുന്നൊരു ഫോൺ നമ്പറും നമുക്ക് കാണണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി നമ്മൾ സെറ്റാക്കി വെക്കണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മുടെ സിഗ്നേച്ചർ ഇട്ടതിൻ്റെയും ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ എടുത്ത് ചെറിയ രീതിയിൽ സൈസൊക്കെ കുറച്ച് എന്നാൽ ക്ലാരിറ്റി ഉള്ളതൊരെണ്ണം കയ്യിൽ കരുതണം. ഓക്കെ, ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ക്ലാറ്റ് എക്സാമിനെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ്സും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ക്ലാറ്റ് എക്സാം എഴുതി നമുക്ക് കൊച്ചിയിൽ, അതായത് കേരളത്തിൽ തന്നെയുള്ള ഒരു ലോ കോളേജ് ഉണ്ട്, ന്യൂവാൽസ്. അവിടെ നമുക്ക് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് റിസർവേഷൻ കിട്ടും. അപ്പം ഒരു ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും കൂടി കയ്യിൽ കരുതുക. നാഷണൽ ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ തഹസിൽദാറോ അതിന് മുകളിലോ ഉള്ള രീതിയിൽ തന്നെ നമുക്ക് സെറ്റാക്കി വെക്കണം. അപ്പോൾ അത് നമ്മൾ വില്ലേജ് ഓഫീസിലും കാര്യങ്ങളിലും പോയി തിരക്കി ആ പ്രോപ്പർ പ്രൊസീജിയർ മനസ്സിലാക്കി അതിനും ആപ്ലിക്കേഷൻ കൊടുത്ത് അതും നമ്മൾ മേടിച്ച് വെക്കുക. OBC, SC, ST, EWS അതേപോലെ PW കാറ്റഗറി ഉണ്ടെങ്കിൽ അവരും അവരുടെ സർട്ടിഫിക്കറ്റിന് ഈ പരീക്ഷ നടക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ കൗൺസിലിംഗ് നടക്കുന്ന സമയത്തേക്ക് വാലിഡ് ആണോ നോക്കുക. ഇപ്പോൾ 3 ഇയേഴ്സ് ആണെങ്കിൽ ഈ 3 ഇയേഴ്സ് പ്രോപ്പർലി അതിൻ്റെ കൂടെ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ BPCL ആണെന്നുണ്ടെങ്കിൽ, BPL ആണെന്നുണ്ടെങ്കിൽ, ബിലോ പോവർട്ടി ലൈൻ ആണെങ്കിൽ അതിൻ്റെയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും സെൻട്രൽ ലെവൽ, അതായത് തഹസിൽദാറോ അതിന് മുകളിലോ ഉള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇതിൻ്റെ എലിജിബിലിറ്റിയും ഫീയും അപ്ലൈ ചെയ്യാനുള്ളതും നമ്മൾ മനസ്സിലാക്കണം. 10+2 പാസ്സായിരിക്കണം. 45% മേടിച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ SC, ST, PW ആണെങ്കിൽ 40% ഏതും +2ലും മേടിക്കണം. എന്നാൽ +2 എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കും പരീക്ഷ എഴുതാം, അതിന് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ ബൈ ദ ടൈം നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ +2 പാസ്സായി ഈ മാർക്കിന് മുകളിൽ വന്നിട്ടും ഉണ്ടായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 4000 ആണ് വരുന്നത്. എന്നാൽ SC, ST ബാക്കിയുള്ളവർക്ക് 3500 ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ 500 കൂടി അടച്ച് നിങ്ങൾക്കത് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി എന്തിനു വേണ്ടേ, ക്ലാറ്റ് പരീക്ഷ അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ലൈവായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തും കൂടി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലൈവായിട്ട് എങ്ങനെയാണ് ക്ലാറ്റിന് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്ക് ക്ലാറ്റ് UG എന്നും പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ക്ലാറ്റ് UGയുടെ കൺസോർട്ടിയം ആ പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. ആ പേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് അപ്ലൈ ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്തിട്ട് ഇവിടെ വെക്കാനായിട്ട് പറ്റും. ഓർ എൽസ് അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ രജിസ്റ്റർ കൊടുക്കുക. സംഭവം സിമ്പിളാണ്. രജിസ്റ്ററിൽ നിങ്ങളുടെ
പേര്, മൊബൈൽ നമ്പർ, ഏത് ഇമെയിൽ ഐ ഡിയിലാണോ വേണ്ടത്, നിങ്ങൾക്ക് പറ്റിയൊരു പാസ്വേഡ്, ഇത് ഇത്രയും വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പറിലും അതേപോലെ ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ഒ ടി പി വരും. അപ്പോൾ ആ ഒ ടി പി നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അപ്പം വാലിഡ് ആയിട്ടുള്ള രണ്ടെണ്ണം കൊടുക്കുക, അതിനുശേഷം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ലോഗിൻ ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ലോഗിൻ ഒരു പ്രാവശ്യം ചെയ്തതായതുകൊണ്ട് നമുക്ക് എന്താ, ഇത് ഓൾറെഡി ഇവിടെ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ലോഗിൻ കൊടുക്കാം. അപ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ആക്ച്വലി ആദ്യമേ വരാനായിട്ട് പോകുന്നത്. എന്താണ് ഇതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉള്ളത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. ഒന്ന്, നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ സിഗ്നേച്ചർ, ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റണം. നമ്മളുടെ ഫുൾ നെയിം, 10+2 സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, മന്ത്, ഇയർ, ഏത് കാറ്റഗറിയാണ് നമ്മൾ വേണ്ട, അതർ ബാക്ക്വേർഡ് ക്ലാസ്, ഒ ബി സി ആണോ, എസ് സി ആണോ, എസ് ടി ആണോ, ജനറൽ ആണോ എന്നുള്ള കാറ്റഗറി നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഏതെങ്കിലുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലോഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പരീക്ഷയുടെ അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ PWD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെയും അപ്ഡേറ്റ്സ് നമുക്ക് ചെയ്യണം. ബിലോ പോവേർട്ടി ലൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെലക്ട് കൊടുത്തതിന് ശേഷം ചെയ്യണം. അപ്പോൾ ഈ ഓരോ റിസർവേഷനും നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഡോക്യുമെൻറ്റും നമ്മൾ ഇവിടെ തന്നെ ക്ലാറ്റിന് അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റണേ, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ ആരോ മാർക്ക് നിൽക്കാൻ മുന്നോട്ട് പോവാം. ഇവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്റ്റ് ഏതാണ്, ഇതെല്ലാം നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഏരിയയാണ്. അഡ്രസ്സ്, സ്റ്റേറ്റ്, ഫോൺ നമ്പർ, കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഇപ്പോൾ ഇവിടെ എല്ലാം നോക്കിയാൽ 10+2, അപ്പം ആർട്സ് ആണോ, കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, ഇതല്ലാതെ ഏതെങ്കിലും ആണോ, ഏത് ബോർഡാണ്, കേരള യൂണിവേഴ്സിറ്റി ആണോ, ICSE ആണോ, CBSE ആണോ, ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പിയർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +2 കഴിഞ്ഞവരാണെങ്കിൽ പാസ്റ്റ് കൊടുക്കുക, എന്നാൽ ഇപ്പോൾ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ അപ്പിയറിങ്. ഓക്കെ, അപ്പം ഈ അപ്പിയറിങ് കൊടുക്കുക. അതിനുശേഷം ഏത് മാസമാണ് നമ്മൾ പാസ്സാകാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എപ്പോഴാണ് നമ്മുടെ +2 പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതെന്ന്, അതറിയാം. അപ്പോൾ ആ മന്തും ഇയറും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പിയേർഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇവിടെ ആവശ്യം വരത്തില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇഫ് യു ആർ അപ്പിയറിംഗ് ഫോർ +2 എക്സാം ഇൻ മാർച്ച് ഏപ്രിൽ, എൻ്റർ ആസ് അപ്പിയർഡ്, മന്ത് ഓഫ് പാസിംഗ് ആസ് മേ, ഇയർ ഓഫ് പാസിംഗ് ആസ് 2000. അപ്പം അതിനകത്ത് തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ടെസ്റ്റ് സെൻറ്റേഴ്സ് കൊടുക്കുക. അപ്പം നിങ്ങളുടെ സ്ഥലം അനുസരിച്ചിട്ടായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എറണാകുളം ഉണ്ട്, നിങ്ങൾക്ക് എറണാകുളം വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളും കേരളത്തിൽ കോട്ടയം ഉണ്ടെങ്കിൽ കോട്ടയം കൊടുക്കാം. മുന്നോട്ട് ട്രിവാൻഡ്രം ഉണ്ട്, ട്രിവാൻഡ്രം നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾക്കുള്ള സ്ഥലം കൊടുക്കുക. അപ്പോൾ 3 സ്ഥലങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് അടുത്ത് പോകാൻ പറ്റുന്ന, കാരണം ഒത്തിരി നമ്പേഴ്സ് കുറവാണ്, ചിലപ്പോൾ അവർ സെൻറ്റേഴ്സ് ക്യാൻസൽ ചെയ്യാം. എന്നാലും നോക്കി നമ്മുടെ അടുത്തുള്ള സെൻറ്റേഴ്സ് 3 പ്രിഫറൻസ് കൊടുക്കുക. ഇത് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്താലേ അങ്ങോട്ടേക്ക് പോകൂ. അപ്പം റിസർവേഷനിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യം, അവിടെയാണ് നമ്മളുടെ ഡൊമിസൈലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് ഒരു റിസർവേഷന് ഡൊമിസൈലിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്കത് കേരളം ആയതുകൊണ്ട് തന്നെ ന്യൂവാൽസിൽ മാത്രമേ പറ്റൂ. അപ്പോൾ അവിടെ മാത്രം ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വന്നിട്ടായിരിക്കും നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഫോർ എ റെഫറൻസ്. അപ്പോൾ ഇനി നമുക്ക് ഈ ടെസ്റ്റ് സെൻറ്ററും കാര്യങ്ങളും എൻ്റർ ചെയ്തതിനേക്കിട്ട് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് നമുക്ക് ആ റിസർവേഷൻ്റെ പേജ് വരുന്നത്. അപ്പം ഇവിടെ നോക്കി നമുക്ക് ഒരെണ്ണമേ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളേ. അപ്പം ബാംഗ്ലൂരു, ഹൈദരാബാദ്, ഭോപ്പാൽ പോലുള്ള എല്ലാ NLUസും ഇവിടെ വരും. അപ്പം നമ്മളിപ്പോൾ കേരളത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ ആണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നോക്കിയേ,
ദ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ന്യൂആൽസ് കൊച്ചി. അപ്പം ഡീഫോൾട്ട് സെലക്റ്റഡ് ആണ് ആക്ച്വലി ജനറൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കുക യെസ്, ഇവിടെ എസ് കൊടുക്കുക. അപ്പം അവിടെ വ്യക്തമായിട്ട് അവർ ചോദിക്കും ആ റിസർവേഷനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, കാരണം നമുക്കത് വേണം. ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ എസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതർ ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ, നമ്മൾ SC ST അതേപോലെ OBC പോലെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പം അതിപ്പോൾ നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. അപ്പം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പം ആ പടം നമുക്കിവിടെ എന്താ ഉള്ളത്, കേരളത്തിൽ ജനറൽ കാറ്റഗറിയാണ് പക്ഷേ നേറ്റീവ് ഓഫ് കേരളയാണ് എന്നുള്ള രീതിയിൽ വരും. അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ട് ഏതെങ്കിലും EWS ഉണ്ടോ SC ST ഉണ്ടോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എൻ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. താഴോട്ട് പോയിട്ട് വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ചെയ്യാനായിട്ടൊന്നുമില്ല. അതിനുശേഷം ഇവിടെ നമ്മൾ അഫേം കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൺസെൻറ്റും കൊടുക്കുകയാണ്. കൺസെൻറ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ സബ്മിറ്റ് ഫോം കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് വേണമെങ്കിൽ നോ കൊടുക്കാമേ, കാരണം ഇതെല്ലാം നമ്മൾ നോ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് പോകില്ല. അപ്പം എല്ലാത്തിലും നമ്മൾ നോ കൊടുക്കുക. ഇതെല്ലാം നോ കൊടുത്തിട്ട് കൺസെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് ഫോം കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ എന്താ പ്ലീസ് കൺഫേം ഓർ ആക്ഷൻ എന്നുള്ള രീതിയിൽ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഒരു കൺഫർമേഷൻ ഡീറ്റെയിൽസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ, നമുക്ക് പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മേക്ക് പേയ്മെൻറ്റിലേക്ക് പോവുക. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ്, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വേണോ, വേണമെങ്കിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 500 രൂപയും കൂടി ആഡ് ആവും. അതിനുശേഷം കൺഫേം പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നോർമൽ നമ്മളെപ്പോഴും നിങ്ങളെല്ലാവരും ഫീ പേ ചെയ്യുന്ന പോലെ തന്നെ പേയ്മെൻറ്റും ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഒന്നെങ്കിൽ QR കോഡ് വെച്ച് ചെയ്യാം, UPI ID, കാർഡ്, വാലറ്റ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് കൺഫേം ആകാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്താ റീഫണ്ടോ കാര്യങ്ങളോ വരും. അതപ്പോൾ പ്രോപ്പർലി ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ക്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ്സ് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, കാരണം നമുക്ക് സമയമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 31 എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഓഗസ്റ്റ് ആണ്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്. അപ്പോൾ ഈ ഓരോ സർട്ടിഫിക്കറ്റും നിങ്ങൾ നേടിയെടുക്കുക. നേടിയെടുത്തതിന് ശേഷം ഇത് പ്രോപ്പർലി അപ്ലൈ ചെയ്യുക. ആദ്യം പിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 5 to 10 minutes, ഒത്തിരി ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ലാസ്റ്റ് 3 ദിവസത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെർവർ ജാം ആകാം. സോ നിങ്ങളിപ്പോഴേ അപ്ലൈയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ക്ലാറ്റിന് അപ്ലൈ ചെയ്തോളൂ. സോ ഇനി വളരെ കുറച്ച് സമയം കൂടിയുള്ള ക്ലാറ്റ് എക്സാമിന് ഡിസംബറിലാണ് നടക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യു സ്റ്റാർട്ട് പ്രിപ്പയറിങ് ആസ് വെൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്ലാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും റെഡി ആയിക്കോളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.